ഇതിലെ നായികയുടെ കല്യാണം കഴിഞ്ഞ് അവൾ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോവാനായി നിൽക്കുന്നു. ആ സമയം അവളുടെ അമ്മ അവളുടെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വീടിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ തൽക്കാലം എൻ്റെ മകളോട് പറയണ്ട എന്ന്. അങ്ങനെ കാറിൽ പോകുന്ന സമയം ഹസ്ബൻഡിനോട് അയാളുടെ വീടിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ ഒന്നും സംസാരിക്കുന്നില്ല. ഇത് കണ്ട ഹീറോയിന് എന്തോ പോലെ ആകുന്നുണ്ട്. അവൾ ചോദിക്കും, നിങ്ങൾ എന്താണ് എന്നോടൊന്നും സംസാരിക്കാത്തത്, എന്നെ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ. ഇത് കേൾക്കുന്ന ഡ്രൈവർ അവളോട് പറയുന്നുണ്ട്, സാർ എല്ലാവരോടും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അധികം സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഇവരുടെ കുടുംബം ഒത്തിരി ആചാരങ്ങളും പൂജകളും ഒക്കെയുള്ളൊരു കുടുംബമാണ്. ഇവരുടെ കുടുംബം കൊണ്ടയ്യ എന്നൊരു ദൈവത്തിനെ അഗാധമായിട്ട് ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരങ്ങളിലും എത്തി. എന്നാൽ ആ ഒരു ദൈവത്തിന് ദേഷ്യം വന്നാൽ ബാക്കി പറയാൻ പോകുന്നതിന് മുൻപ് അവളുടെ ഹസ്ബൻഡ് അയാളെ തടയും. ഇതൊക്കെ കേൾക്കുന്ന നായികയ്ക്ക് എന്തോ വല്ലായ്മ തോന്നുകയാണ്. അങ്ങനെ വീട്ടിൽ വലതുകാല് വെച്ച് കയറുമ്പോൾ അവന്റെ അച്ഛൻ മരിക്കും. ജോത്സ്യൻ ഇത് കണ്ട് പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇവളുടെ ജാതകം ഇവനുമായിട്ട് ചേരില്ല എന്ന്. എന്നാൽ അവളുടെ ഹസ്ബൻഡ് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. എന്നാൽ ആ ഒരു ബോഡി കത്തിക്കാൻ നേരം ആരെയും വിളിക്കാതെ യാതൊരു ചടങ്ങ് പോലും ചെയ്യാതെയാണ് കത്തിച്ചിട്ടുണ്ടാവുക. ഇത് തന്നെ അവൾക്ക് ആശ്ചര്യമായിട്ട് തോന്നിയിട്ട് അവൾ അവളുടെ അമ്മയെ വിളിച്ച് പറയും. അങ്ങനെ അവൾ ആ വീട്ടിലെ ജോലിക്കാരിയോട് ഈ കാര്യം തിരക്കുന്നു. ആ ജോലിക്കാരി പറയും, ഈ വീട്ടിൽ ഇങ്ങനെ വിചിത്രമായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. എന്നാൽ അവൾ ചോദിക്കുന്നുണ്ട്, ബാക്കി ആരെയും വിളിക്കാതിരുന്നത് ഓക്കെ, പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ്റെ വൈഫ് എന്തുകൊണ്ട് വന്നില്ല എന്ന്. അവർ പറയും, ഈ വീട്ടിൽ ആദ്യം മരിച്ചത് തന്നെ അവളാണ്, അവളുടെ പേര് പുഷ്പവല്ലി. ഇത് കേട്ട് നായിക ഷോക്കാവാണ്. കാരണം ഇതൊന്നും തന്നെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പറയും, ഈ വീട്ടിൽ വന്ന ആദ്യത്തെ മരുമകളും രണ്ടാമത്തെ മരുമകളും വളരെ ദുരൂഹമായി തന്നെയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന്. ഇത് കേൾക്കുന്ന ഹീറോയിന് ആകെ ടെൻഷനാവും. കാരണം അവളാണല്ലോ ഈ വീട്ടിൽ അടുത്തതായിട്ട് വന്ന മരുമകള്. നായികയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി കമന്റ് ചെയ്യുക.